ചക്കക്കുരു കിട്ടിയ നിലയ്ക്ക് നമുക്ക് ചക്കക്കുരും ചെമ്മീനും മാങ്ങിയില്ല ഇരുമ്പും പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം വെച്ച് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ അല്ല ഒഴിച്ചിരിക്കണേ, റൈസ് ബ്രാൻ ഓയിലാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഉണക്ക ചെമ്മീനൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചട്ടിയിലേക്ക് ചക്കക്കുരു, പിന്നെ നമ്മുടെ പച്ചമുളക്, ചുവന്നുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ അതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ തേങ്ങ വെണ്ണ പോലെ അരയണം. ഞാൻ കുറച്ച് കാന്താരിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചക്കക്കുരുക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് വേവിച്ച് വെച്ച ഇരുമ്പുളി ഇട്ട് കൊടുക്കണേ. അതായത് ഇരുമ്പുളിയുടെ സീസൺ ആകുമ്പോഴേ അമ്മച്ചി കുറച്ച് ഇരുമ്പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെക്കും. അപ്പോൾ അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം, പുളിയില്ലാത്ത സമയത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതിട്ടു. പിന്നെ അരച്ച് വെച്ച തേങ്ങ അതിൽ ചേർത്തു. പിന്നെ ലാസ്റ്റ് വറുത്ത് വെച്ച ചെമ്മീനും, പിന്നെ ലാസ്റ്റ് താളിച്ചങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. നമ്മുടെ ചുവന്നുള്ളി, കറിവേപ്പില വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചു. നല്ല സൂപ്പറായിട്ടായിരുന്നു. മാങ്ങിയില്ലെങ്കിൽ ഇരുമ്പുളി വെച്ചിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ തയ്യാറാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ചക്ക മാമാങ്കം തുടങ്ങുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കുരു ചെമ്മീനും മാങ്ങയും കൂടി അങ്ങനെ ഞാൻ കഴിച്ചു. കൂടെ മുതിരയും കായും ഉപ്പേരിയും പിന്നെ ഒരു ചാള വറുത്തതും. എന്തായാലും ഇന്നത്തെ ഊണ് കുശാലായി, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇരുമ്പുളി വെച്ച്.